എന്താ പറഞ്ഞോളൂ. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. ഈ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ആർജെ ഇഷ്ടമല്ല, ഇഷ്ടം എന്ന് പറയാനുള്ള ഒരു മലയാളി പറയുന്ന വാക്കെങ്കിലും പറയണം. ആണാ? ആ ഇതിനെന്തിനാണ് വിറയ്ക്കുന്നത്? ഇലക്ട്രിക് കമ്പി പിടിച്ചിട്ടാണോ ഇഷ്ടം പറയുന്നത്? അല്ല അല്ല, എന്റെ എക്സൈറ്റ്മെന്റ്. ഓ, എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഏവർക്കും നമസ്കാരം. 2 ദിവസമായി ഒരു കുണ്ടിക്കേസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പലരും പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ശരി, ഇതങ്ങ് എയറിലേക്ക് പോയി കഴിഞ്ഞപ്പം അവർക്ക് രക്ഷയില്ലാതെ വന്നു. അപ്പോൾ അവര് ഒരു ക്ഷമാപണം ഇന്നലെ രാവിലെ നടത്തി. നമുക്കതൊന്ന് കാണാം. നമസ്കാരം, ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എനിക്ക് എപ്പോഴും സംസാരിക്കാൻ കൊതിയാണ്. ഇങ്ങനെയുള്ള കൊതിയുമായി അഞ്ജലി ഇനി വരില്ല. സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവും. അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു, ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. ഇവര് കാണിച്ച ഇതിന് കേരളത്തിലെ ആ ഒരുതപ്പെട്ടവരെല്ലാം അതിന് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. അപ്പൊ പിന്നെ ഇനി ന്യായീകരണം കൂടെ കൊണ്ടുവന്ന, എന്നിട്ട് തന്നെ ഇവർ ഇൻസ്റ്റയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ ന്യായീകരണമൊക്കെ ആദ്യം ഇട്ടിരുന്നു കമന്റ് പലരുടെയും മറുപടിക്ക്. പക്ഷെ അതൊന്നും വില പോകില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഒരു സ്ത്രീയുടെ ജോലിയെയാണ് അവർ അപമാനിച്ചത്, അവഹേളിച്ചത്. അവര് പ്രാങ്ക് ചെയ്യുന്നത് ഇതിനൊക്കെ നമുക്കറിയാം. പ്രാങ്കും നമ്മൾ കോമഡിയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ മലയാളികൾ. സംഗീതത്തെക്കാൾ കൂടുതൽ ഇപ്പം കോമഡിയിലേക്ക് ഒരു ട്രെൻഡ് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷനെ അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെ അവന്റെ ജോലിയെ അപമാനിക്കുന്ന ഒരു പ്രാങ്കോ കേരളത്തിൽ നടക്കില്ല മക്കളെ. ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി കുണ്ടിക്ക്, എനിക്ക് പറയാൻ തന്നെ അത് ഒരു ലജ്ജ തോന്നുന്നു. കുണ്ടിക്ക് ഇവൾ എത്ര അടുത്ത് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഒരു ബ്യൂട്ടി ഓഫ് അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ എന്തോ ഒരു വേർഡിൽ വരുന്നുണ്ട്. അപ്പൊ അതില് കുണ്ടിക എന്ന് പറയാൻ നമ്മുടെ ഈ കാലിന്റെ സൈഡില് ഈ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് ചില പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കുണ്ടിക്കിടുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇവര് ചിലപ്പോ കുണ്ടിക്ക് നേരത്തെ ഇട്ട് കാണും, നമുക്കറിയില്ല. പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എല്ലാരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ പിന്നെ മെഹന്തി ആർട്ടിസ്റ്റ് കേസിലേക്കും വഴക്കിലേക്കും ഒക്കെ പോകുന്നു എന്നാണ് നമുക്കറിയാൻ, മീഡിയയിൽ കൂടെ കേൾക്കാൻ സാധിച്ചത്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും ശരി, പന്തികേടാണ് എന്ന് കണ്ടപ്പോൾ വന്ന് മെഴുകുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാൻ പറ്റൂ. പിന്നെ വേറൊരു വലിയ സംശയം, RJ അഞ്ജലിയാണ് ഇപ്പോൾ ഈ ക്ഷമാപണം നടത്തിയേക്കുന്നത്. ശരിക്കും RJ അഞ്ജലി അല്ല ഈ കുറ്റം 90% ചെയ്തേക്കുന്നത്. ഇവരുടെ കൂടെ ഇരുന്ന RJ നിരഞ്ജന എന്നാണ് തോന്നുന്നു പേര്. അപ്പൊ ആ കുട്ടിയാണ് ഇതിന്റെ കംപ്ലീറ്റ് ഡയലോഗ് വിട്ടത്. എന്തുകൊണ്ട് ആ കുട്ടിയെ കാണിക്കുന്നില്ല? ഇവർ രണ്ടിനും കൂടെ അല്ലേ ഇത് ചെയ്തത്, പ്രാങ്ക് ചെയ്തത്. അപ്പൊ ഒന്നുകിൽ രണ്ടുപേരും കൂടെ വന്നിരുന്ന് ക്ഷമാപണം നടത്തണം. കേരളത്തിൽ കുറച്ചുപേരെങ്കിലും ചിലപ്പോൾ അംഗീകരിക്കായിരിക്കും. പക്ഷെ ഇനി അവര് ഈ പ്രാങ്ക് കോൾ ചെയ്യത്തില്ല. അപ്പൊ അതിനവർ ന്യായീകരണം പറയുന്നത് ഗൂഗിൾ ഫോമില് എന്തുവാ രജിസ്റ്റർ എൻട്രി ചെയ്തവരുടെ പേരുകൾ വെച്ച് അവർ ചെയ്യത്തുള്ളൂ, അവരുടെ പ്രൊഫൈലോ അല്ല ഡീറ്റെയിൽസോ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ. ഒരിടത്ത് വിളിച്ചിട്ട് ഒരാളുടെ പേര് വിളിച്ചിട്ട് ഇന്നാരല്ലേ, ഇന്ന സ്ഥാപനത്തില് ജോലി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് വെറും മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ്. ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ രജിസ്ട്രേഷൻ എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പ്രാങ്ക് ചെയ്യുന്നതിന്, ഒരുത്തന്നെ തേജോധം ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ ഇന്ത്യയിൽ നിലവിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും ശരി, ഇത് സമൂഹത്തിന്റെ മേലില് ഇതുപോലുള്ള അപവാദ പ്രചരണമാണ് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇന്നലെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പലരും പല ഭാഗത്തു നിന്ന് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ വൈകുന്നേരം
ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ എന്ത് ക്ലാരിറ്റി! ഈ എന്താ പറയുന്നേ, പോക്കൃതരം കാണിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കേരളത്തിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിലൊക്കെ ചിലപ്പോ വീട് കയറി അവിടെ തല്ലിയാനെ. ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് അവര് നിങ്ങളെ കൂട്ട് തൊഴിൽ ചെയ്യുന്ന സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അവരെത്ര മാന്യതയോടെ നിങ്ങളോട് പെരുമാറിയത്. തിരിച്ച് അവരൊരു അബ്യൂസ് വാക്കുപോലും അവർ പറയുന്ന കേട്ടില്ല. അവര് ഫോൺ വെച്ച് പോയപ്പോ പേടിച്ചോടി എന്നാ പറയുന്നത്. അതുകൊണ്ട് ആദ്യം അഞ്ജലിയുടെ കൂടെയുള്ള ആ കൂട്ടുകാരിയെ കൂടെ കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞാൽ അത് പൊതുസമൂഹം അംഗീകരിക്കത്തുള്ളൂ. അഞ്ജലി കൂടുതലും ചിരിച്ച് അട്ടഹസിച്ചു എന്നുള്ളേ ഉള്ളൂ ചെയ്തു തെറ്റ്. പക്ഷെ രണ്ടുപേർക്കും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അവരെന്തുകൊണ്ട് പറയുന്നില്ല? ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. എന്തായാലും ശരി, ആർജപ്പണി പോയി. ഇപ്പൊ വന്ന് മെഴുകുന്നത് ഞാൻ 2 മാസം മുമ്പേ റിസൈൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. എന്തായാലും ശരി, ആർജെ അങ്ങനെയാണെങ്കിൽ ആർജയും കൂടെ കളയായിരുന്നല്ലോ. ആർജെ അല്ലല്ലോ അന്നേരം അവര് റെഡ് FM ജോലി പോയി പിന്നെ അങ്ങനെ ആർജെ ആകുന്നത്. വെറും അഞ്ജലിയായിട്ട് തിരുത്തണമായിരുന്നു. ഇപ്പോഴും ആർജെ അഞ്ജലി എന്നും പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്, അഡ്രസ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ പ്രാങ്ക് കോൾസ് പലതും ചെയ്യാറുണ്ട്. നമുക്ക് അത് എല്ലാം വ്യക്തവും ശക്തവുമായി നമ്മൾ കണ്ടതാണ്. ഇതുപോലെ എനിക്ക് അത് ഞാൻ പറയാം. എനിക്ക് വിറയ്ക്കണേ. എന്താ പറഞ്ഞോളൂ. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. ഈ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത RJ ഇഷ്ടമല്ല, ഇഷ്ടം എന്ന് പറയാനുള്ള ഒരു മലയാളി പറയുന്ന വാക്കെങ്കിലും പറയണം. ആണാ? ആ ഇതിനെന്തിനാണ് വിറയ്ക്കുന്നത്? ഇലക്ട്രിക് കമ്പി പിടിച്ചിട്ടാണോ ഇഷ്ടം പറയുന്നത്? അല്ല എന്റെ എക്സൈറ്റ്മെന്റ്. ഓ, എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ഇവളൊക്കെയാണ്. ഇതൊക്കെ മതി. ഇന്നത്തെ യുവതലമുറയ്ക്കൊക്കെ ഇത് മതി. മലയാള ഭാഷ നമ്മുടെ റേഡിയോയില് ആകാശവാണിയൊക്കെ ഇവര് വെച്ച് കേൾക്കണം. ഏറ്റവും കൂടുതൽ ഭാഷ ശുദ്ധിയായി ഉപയോഗിക്കുന്നത് ആകാശവാണി തന്നെ. നമ്മുടെ പഴയ AM സ്റ്റേഷൻ. FM ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിന് പ്രൈവറ്റ് ലൈസൻസ് കൊടുത്ത് ഇപ്പോൾ എന്താ നാഗണ്ട കഞ്ഞിയായി എന്ന് വേണം പറയാൻ. ഇതുപോലുള്ള പരിപാടി മിക്കവാറും റെഡ് FM ഒക്കെ അങ്ങ് നിർത്തും. അതുപോലെ ഒരു വ്യക്തി വന്നിട്ട് മിണ്ടാട്ടം മുട്ടി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു കരീം ഇബ്രാഹിം ഇടപ്പാൾ പുള്ളി വന്നിട്ട് ഒരു റെഡ് FM വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നു. നമുക്ക് കേൾക്കാം. അല്ലേ? എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ്. ഞാൻ UAE നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ RJ അല്ലേ ഈ അഞ്ജലി? എത്ര ദിവസമായി? അല്ല, നിങ്ങൾ അറിഞ്ഞല്ലോ. പറഞ്ഞ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും. പേര് മാറ്റിയില്ലല്ലോ അഞ്ജലി. റെഡ് FM ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി. അതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ. അല്ല നിങ്ങൾ അന്വേഷിക്ക. നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് FM ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ? ഇതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. നമ്മുടെ ആൾക്കാര്, ലോകത്തിന്റെ മലയാളികൾ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നവരാണ്. അവരുടെ ബയോയിൽ ഇൻസ്റ്റയിലും ഒന്നും ഇപ്പം ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടായിരിക്കും ഇന്നൊരു ദിവസം കൊണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം വരെ ഇവര് റേഡിയോ ജോക്കി റെഡ് FM എന്ന ബയോ ഇൻഫോ ആണ് കാണുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അപ്പൊ റെഡ് FM ഇതിനകത്തിൽ കിടന്ന് മെഴുകുകയാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി FM വിട്ടിക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിപ്പോ നിങ്ങള് അല്ല, അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ. ഇതൊരു അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? എന്തൊക്കെയോ അവരും അങ്ങ് കുഴയുക.
കാര്യം ഇത് റെഡ് എഫ് എമ്മിന്റെ ഒരു അവരുടെ ഒരു പേര് പോകുന്ന സൽപ്പേരിന് കളങ്കം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവളുമാര് ചെയ്തത് എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഇനിയും ഇതുപോലെ കുറെ പ്രാങ്കോളികളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തില്. നമുക്ക് പല കാര്യങ്ങളിലും ഈ പ്രാങ്ക് എന്നുള്ളതല്ല, ഒരു സാമൂഹിക പ്രശ്നം വന്നാൽ പോലും നമ്മുടെ ആൾക്കാരുടെ പ്രതികരണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ വിമാനാപകടത്തിലെ രഞ്ജിത ആർ നായരെ കുറിച്ച് അപമാനിച്ച ആളിന് കിട്ടിയ പണിയും ഇപ്പൊ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ അവരുടെ പൗത്രന്റെ ജോലി വരെ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നല്ല കാര്യങ്ങൾ ഇതിന്റെ ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെയും ഈ സോഷ്യൽ മീഡിയയുടെ റൂളുകളെല്ലാം തന്നെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസും അവര് ഇത് ചെയ്തില്ല. അത് അതുപോലെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ, റീയൂസ്ഡ് കണ്ടന്റുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. കാര്യം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പം ഇതൊക്കെ അവർക്ക് റിപ്പോർട്ട് ചെയ്യും പലരും. അപ്പൊ അത് അടുത്ത നിയമങ്ങളിലേക്ക് പോകും. സാധാരണ യൂട്യൂബും അല്ലെ മീഡിയ ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതൊരു പാഷനായി കൊണ്ടുപോകുന്നവർക്ക് പോലും ഇതുപോലുള്ള ഇപ്പൊ സ്ത്രീകളാണ് പുരുഷന്മാരെയൊക്കെ ജനാധിപത്യത്തിലെ സന്തുലിത നിലനിർത്തി പോകുന്നുണ്ട്. പണ്ട് പുരുഷന്മാരായിരുന്നു കുറെയൊക്കെ പ്രശ്നങ്ങളില്ല. ഇപ്പം ഒരു പ്രശ്നം പുരുഷൻ കാണിക്കുവാണെങ്കിൽ 2 പ്രശ്നം സ്ത്രീ കാണിക്കുവാൻ മുതിർന്നു നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. ഈവൻ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കേരളത്തിലെ സാക്ഷരത നേടിയപ്പം അതിൽ മുൻപന്തിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.